കുട്ടികളുടെ മനസ്സിനെയും അവരുടെ ദീനിനെയും എല്ലാം നമ്മുടെ കയ്യിലാണ്. അത് എങ്ങനെ നമ്മൾ വളർത്തുന്നു എന്നനുസരിച്ചിരിക്കും. റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളെ, ഷെയ്ഖ് ബക്കർ ബിൻ അബ്ദുല്ല അബൂ സയ്യിദ് റഹിമഹുള്ളയുടെ ഹിറാസത്തുൽ ഫളീല, മാന്യതയെ സംരക്ഷിക്കുക എന്ന കിതാബിൽ അവസാനത്തെ 2 അസ്ലുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നാം പറഞ്ഞിരുന്നു, ഈ കിതാബിൽ 2 ഫസ്ലുകളാണുള്ളത്. ഒന്നാമത്തെ ഫസ്ലിൽ മാന്യതയെ സംരക്ഷിക്കേണ്ട 10 ഉസൂലുകൾ പറയുന്നുണ്ട്. രണ്ടാമത്തേതിൽ ഈ വൃത്തികെട്ട മ്ലേച്ഛമായ സ്വഭാവങ്ങളിലേക്ക് ക്ഷണിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ ക്ഷണിക്കുന്ന കാര്യങ്ങളുടെ അപകടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ഫസ്ലിലെ 8 ഫസ്ലുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് എന്നുള്ള വിശ്വാസം, അതിന്റെ നിർബന്ധിതാവസ്ഥ. രണ്ടാമത്തേത് ഹിജാബുൽ ആമ്മ പറഞ്ഞു. മൂന്നാമത്തേത് അൽ ഹിജാബുൽ ഖാസ് പറഞ്ഞു. അതിനകത്ത് ഹിജാബിന്റെ പല നിയമങ്ങൾ നിർബന്ധമാകുന്നതിനുള്ള ഖുർആനിൽ നിന്നുള്ള, ഹദീസിൽ നിന്നുള്ള, ഖിയാസിൽ നിന്നുള്ള തെളിവുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നാലാമത്തേത് അൽ ഖറാറു ഫിൽ ബൈത്ത്, സ്ത്രീകൾ വീടുകളിൽ താമസിക്കുക എന്നുള്ളത്. അതുപോലെ 5-ാമത്തേത് ഇഖ്തിലാത്ത്, അതിന്റെ അപകടവും കാര്യങ്ങളും. 6-ാമത്തേത് തബറുജ് വസുഫൂർ, സ്ത്രീകൾ സൗന്ദര്യപ്രകടനം നടത്തുന്നത്. 7-ാമത്തേത് സിനയിലേക്കുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത്. 8-ാമത്തേത് അസ്സവാജ്, വിവാഹം ഫളീലയുടെ, മാന്യതയുടെ കിരീടമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 9-ാമത്തെ അസ്ല്, അൽ അസ്ലു താസിഅ, വുജൂബു ഹിഫ്ദിൽ ഔലാദി അനിൽ ബിദായത്തിൽ മുളില്ല. വുജൂബു ഹിഫ്ദിൽ ഔലാദ് അനിൽ ബിദായത്തിൽ മുളില്ല, വഴി പിഴക്കുന്നതിന്റെ അല്ലെങ്കിൽ വഴി പിഴപ്പിക്കുന്നതിന്റെ, മറ്റുള്ളവർ വഴി പിഴപ്പിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം. കുട്ടികളെ ഇതുപോലെയുള്ള മ്ലേച്ഛമായ വഴികളിലേക്ക് പോകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം. ഈ വിഷയത്തിൽ ഷെയ്ഖ് പ്രത്യേകം പറയുന്നത് മാതാപിതാക്കളോടുള്ള നസീഹത്തുകളാണ്. മാതാപിതാക്കൾ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട് നാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സൂചിപ്പിച്ച, ഇന്ന് കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ശൈത്താനിന്റെ ആളുകൾ മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ശുബ്ഹത്തിൽ നിന്നും ശഹ്വത്തിൽ നിന്നും ഒരുക്കി വെച്ചിട്ടുള്ള കെണികൾ ധാരാളമാണ്. നമ്മുടെ കുട്ടികൾ, അവർക്കൊരു വകതിരിവ്, തമീസ് എത്തുമ്പോഴേക്കും അവരുടെ മുമ്പിലെത്തുന്ന ശുബ്ഹത്തുകളും ശഹ്വത്തുകളും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രക്കാണ്. മുൻപ് കാലത്തെ ഒരു തലമുറ വളർന്നതിനേക്കാൾ ശുബ്ഹത്തുകൾ ഒന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മതമായിട്ടാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, നിരീശ്വരവാദമായിട്ടാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഫെമിനിസം പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇസം രൂപത്തിലാവട്ടെ, ഓരോരോ ശുബ്ഹത്തുകൾ, ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ ശഹ്വത്തുകളും, ലഹരികളാവട്ടെ, അല്ലെങ്കിൽ സിന, വ്യഭിചാരമാവട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ സുലഭമായി കൊണ്ടിരിക്കുന്ന, അതിനോടെല്ലാമുള്ള എതിർപ്പുകൾ, അതിനോടെല്ലാം മാനസികമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന എതിർപ്പുകൾ, അതിന്റെ വീര്യം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തെറ്റാണ് എന്നുള്ള ധാരണയിൽ നിന്ന്, ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികമല്ലേ, ഇതിപ്പോ ഒരു തെറ്റായി പറയണോ, പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നുള്ള നിലയ്ക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ മാതാപിതാക്കൾ, മുസ്ലിം മാതാപിതാക്കൾ അവരുടെ മക്കളെ വളർത്തുന്നതിൽ, അവരുടെ മക്കളെ പിഴപ്പിക്കാനുള്ള ഈയൊരു തലമുറയിൽ, ഈയൊരു സാഹചര്യത്തിൽ, മക്കളുടെ വിഷയത്തിൽ അവരുടെ തുടക്കത്തിൽ തന്നെ, അഥവാ ഈ പിഴവിന്റെ വിത്തുകൾ പാകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, ആദ്യം ചെയ്യേണ്ട കാര്യം അവരിൽ ഈമാൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്.
അള്ളാഹുവിലും മലായിക്കത്തുകളിലും അവന്റെ കുതുബുകളിലും റുസൂലുകളിലും അന്ത്യനാളിലും അള്ളാഹുവിന്റെ ഖദറിലുമുള്ള വിശ്വാസം, ഈമാനിന്റെ അർക്കാനുകളാണ് ഈ 6 അവ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അവ കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടും അതിനുള്ള ദലീലുകൾ മനസ്സിലാക്കിയിട്ടും അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടും അതിനെപ്പറ്റി സംസാരിച്ചിട്ടും സത്യത്തിൽ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബത്തിന്റെ അകത്തുള്ള സംസാരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി സംസാരിക്കണം. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ നമ്മൾ ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും, ഒരു ഉപ്പയും ഉമ്മയും സംബന്ധിച്ച് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർ അതിനെക്കുറിച്ച് സംസാരിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഈമാനിന്റെ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ, അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ സംബന്ധിച്ച്, കിതാബുകളെയും റുസൂലുകളെയും സംബന്ധിച്ച് ഓരോ വിഷയങ്ങളും സംസാരിച്ചാൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അത് പഠിക്കും. അവരെ ഇരുത്തി പ്രത്യേകം ഇങ്ങനെ ഇരുത്തി ഏതെങ്കിലും ഒരു കിതാബ് കൊടുത്ത് ഇതിങ്ങനെ കാണാതെ പഠിക്കണം, ഈമാൻ കാര്യങ്ങൾ 6 ഇസ്ലാം 5 എന്നതിനേക്കാൾ ഫലപ്രദമായിട്ട് ചെറിയ പ്രായത്തിൽ, ഒരു 3 വയസ്സ് മുതൽ 4, 5, 6 ആ പ്രായത്തിലുള്ള കുട്ടികളെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അത് അവരിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും. അപ്പോ ഒന്നാമത്തേത് അവരിൽ ഈമാനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അടുത്തത് ശൈഖ് പറയുന്നത് തൗഹീദ്, ഇഖ്ലാസോടുകൂടിയുള്ള തൗഹീദിനെ പറ്റിയുള്ള പഠനം. കാരണം നമുക്കറിയാം, നാം എല്ലാം ജീവിക്കുന്നത് തന്നെ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ തൗഹീദിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും എല്ലാം അവരോട് ചർച്ച ചെയ്യണം, അല്ല അവർക്ക് മനസ്സിലാക്കണം. കാരണം അവരുടെ ഖൽബിലേക്ക് മറ്റുള്ള തെറ്റായ ചിന്തകൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകണം. അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ട് അമാലുകളായിട്ടുള്ള കാര്യങ്ങൾ, വുദു, നമസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമസ്കാരത്തിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് അവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ആ നമസ്കാരം ശീലമാക്കണം. അവർക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിൽ, ആ സുബഹി നമസ്കാരത്തിന് സമയത്ത് എഴുന്നേൽക്കുന്നതിൽ ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രോത്സാഹനം നൽകണം. അതുപോലെ തന്നെ നല്ല അഖ്ലാഖുകൾ, ആദാബുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല സ്വഭാവങ്ങളും മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും പല രക്ഷിതാക്കളും ഈ വിഷയത്തിലാണ് വലിയൊരു അലംഭാവം കാണിക്കാറുള്ളത്. അവർക്ക് എങ്ങനെയാണ് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയില്ല. എന്താണ് അദബ് എന്നറിയില്ല. ഇസ്ലാമിന്റെ മര്യാദകൾ നാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അത്ഭുതകരമാണ്. ഒരു അനുവാദം ചോദിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു സലാം പറയുന്നതിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത്, അല്ലെങ്കിൽ സംസാരിക്കുന്നിടത്ത്, ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും ഇസ്ലാമിന്റെ അദബുകൾ ഒരു മനുഷ്യനും, സലീമായ അക്കലുള്ള, സലീമായ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും നിഷേധിക്കാൻ സാധിക്കില്ല. മനുഷ്യവംശത്തിന്, മനുഷ്യൻ അൽ ഇൻസാൻ എന്നുള്ള മനുഷ്യന് നന്മയല്ലാതെ ഉള്ള ഒരു നിയമവും ഇസ്ലാമിൽ ഉള്ളതായിട്ട് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അപ്പോ നാം ചെയ്യേണ്ടത് നല്ല സ്വഭാവങ്ങൾ, നല്ല അദബുകൾ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, മൂത്തവരോട് എങ്ങനെ പെരുമാറണം, പ്രായത്തിന് താഴെയുള്ളവരോട് എങ്ങനെ കാണിക്കണം, ഇന്ന റഹ്മത്ത് കാണിക്കണം, ഇതെല്ലാം നാം പഠിപ്പിച്ചു കൊടുക്കണം. മാതാപിതാക്കൾ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ അവരെ മോശമായ കൂട്ടുകെട്ടിൽ നിന്ന്, അവരാരോടൊപ്പമാണ് കളിക്കുന്നത്, അവരാരോടൊപ്പമാണ് കൂടുന്നത്, അവരാരോടൊപ്പമാണ് സംസാരിക്കുന്നത്, അവരുടെ ഉറ്റ സുഹൃത്ത് ആരാണ്, അവരെന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു ധാരണ ഓരോ മാതാപിതാക്കളും നേടിയെടുക്കണം. എന്തിനേക്കാണ് തന്റെ മകൻ പോകുന്നത് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ശൈഖ് ആദ്യത്തിൽ പറയുകയാണ്. ഇതുപോലെ തന്നെ ഈ തർബിയത്ത് എന്നുള്ളത്, നല്ല രീതിയിൽ മക്കളെ വളർത്തുക എന്നുള്ളത് അമ്പിയാക്കളുടെയും അതുപോലെ സ്വാലിഹീങ്ങളുടെയും ചര്യയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. നാം ചിന്തിക്കേണ്ടത് സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശം. നാം ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമാണ് ഖുർആൻ, അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ സിഫത്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ആ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും അത് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യർക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറക്കിയ ഈ ഖുർആൻ, അതിൽ പറയുന്ന ഓരോ കാര്യത്തിനും മനുഷ്യ ജീവിതത്തിലുള്ള സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപ്പ മകന് കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. പറഞ്ഞതുപോലെ ഒന്നാമത്തേത് തൗഹീദിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർക്കരുത്, മനുഷ്യന്റെ ഒന്നാമത്തെ ബാധ്യത, അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശിർക്ക് ചെയ്യുക എന്നുള്ളത് ദുൽമാണ്, വലിയ അക്രമമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ തൊട്ടടുത്തത് വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മാതാപിതാക്കളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച ചെയ്തത്. കാരണം ഖാലിഖിനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ മഖ്ലൂഖുകളോടുള്ള ഹക്കുകളിൽ ഏറ്റവും ഒന്നാമത്തേത് മാതാപിതാക്കളോടാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം ഉമ്മമാരോടാണ്. ആ ഉമ്മമാരോടുള്ള കടമ അത് പഠിച്ചു കൊടുത്തു. എന്നിട്ട് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ഫീമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ വത്തബിഅ സബീല മൻ അനാബ ഇലൈ ثم ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. പിന്നീട് മാതാപിതാക്കളോടുള്ള കടമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന വിഷയത്തിലാകാൻ പാടില്ല. ഒരു മഖ്ലൂഖിനെയും ഖാലിഖിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കാൻ പാടില്ല. അപ്പൊ മാതാപിതാക്കളുടെ കടമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പരലോകത്തെ പറ്റിയും ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പിന്നെ മകന് കൊടുത്ത ഉപദേശം യാ ബുനയ്യ, എന്റെ മകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രധാനപ്പെട്ട സിഫത്തുകൾ. അല്ലാഹു തആല ലതീഫാണ്, ഖബീറാണ്. അഥവാ സൂക്ഷ്മമായി ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ പോലും നോക്കിക്കാണുന്ന, നിസ്സാരമായ കാര്യങ്ങളെ പോലും രേഖപ്പെടുത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് മകനോട് പറയാം, മോനെ, നീ എത്ര നിസ്സാരമായ ചെറിയ കാര്യമാണെങ്കിലും അത് നീ ചെയ്താൽ, അത് നീ പ്രവർത്തിച്ചാൽ, അത് ആകാശങ്ങളിലാവട്ടെ വലിയ കോട്ടയിലാവട്ടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊണ്ടുവരും. ഇവിടെ ഒരു മകന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സിൽ ആ ഉപ്പ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെയും എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലാഹു അറിയും, അല്ലാഹു കാണും, അല്ലാഹു കേൾക്കും. കാരണം മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാപം ആളുകൾ അറിയുന്നത് ഇഷ്ടപ്പെടില്ല. താൻ ചെയ്യുന്ന പാപങ്ങൾ ആളുകൾ അറിയുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുന്നത് ഇഷ്ടപ്പെടില്ല. എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോ അത് ആളുകൾ അറിയണം എന്നുള്ളത് മനുഷ്യന്റെ ഫിത്രത്ത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോ പാപം ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഒരാൾ തെരഞ്ഞെടുക്കുന്നത് ആരും കാണാത്തൊരു വഴിയായിരിക്കും. ഇവിടെ ജനങ്ങളെല്ലാം നിന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് അശ്രദ്ധരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുമെന്ന് മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങളിൽ കാണാം, യാ ബുനയ്യ ഖമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നമസ്കാരത്തെ പറ്റി പറഞ്ഞു. നമസ്കാരം നീ കൃത്യമായി നിലനിർത്തണം. ഓരോ രക്ഷിതാക്കളും ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. സത്യത്തില് ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് കഴിയാത്ത, ചില ആളുകൾക്ക് മാത്രം പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ട് ഒരു കാര്യമാണ് മക്കളെ തർബിയത്ത് ചെയ്യുക. ഇന്ന് ദീന് പോട്ടെ, ഇസ്ലാമിന്റെ അപ്പുറത്തേക്ക് പാശ്ചാത്യ സംസ്കാരങ്ങളിലാവട്ടെ അല്ലാത്ത ലോകത്ത് തന്നെ പാരന്റിംഗ് കോഴ്സുകൾ ധാരാളമാണ്. വലിയ സംഖ്യ ഫീസ് വാങ്ങിയിട്ട് ഓൺലൈനായിട്ടുണ്ട്, അല്ലാതെ പോയി പഠിക്കുന്നവരുണ്ട്. ഇതിനായി ഇറങ്ങി തിരിച്ചിട്ടുള്ള മാതാപിതാക്കളുണ്ട് ലോകത്ത്. ഇത്ര കാലത്ത് എങ്ങനെ മക്കളെ വളർത്തണം എന്നുള്ള കോഴ്സ് പഠിക്കുന്ന ആളുകൾ. ഇസ്ലാമിൽ അത് വളരെ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിൽ പറഞ്ഞു നമസ്കാരം കൃത്യമായി നിലനിർത്തുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതുപോലെ തന്നെ നിനക്ക് ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം നീ ക്ഷമയവലംബിക്കുക. അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് ക്ഷമയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞു വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ജനങ്ങളോട് വിനയത്തോടുകൂടി നിൽക്കാൻ, ധിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി മുഖം തിരിക്കുന്ന ആളായി നീ മാറരുത്. നീ ജനങ്ങളോട് വിനയം കാണിക്കുന്ന, മറ്റുള്ളവരോട് താഴ്മ കാണിക്കുന്ന ആളായിട്ട് വേണം നീ ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അഹങ്കാരം കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ വഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നീ വളരെ വിനയത്തോടുകൂടി നടക്കുക, ഒരു മിതത്വത്തിൽ നടക്കുക. അതുപോലെ തന്നെ നിന്റെ ശബ്ദം നീ ഉറക്കെ ശബ്ദമുണ്ടാക്കുന്ന, നിലവിളിക്കുന്ന ആളുകളിൽ, ഒച്ചയിട്ട് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് ആവരുത്. കഴുതകളാണ് അതുപോലെ സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഉപദേശം കൊടുത്തു. ഈ ഒരു വാക്കുകളിൽ, ഈ ഒരു 5 or 6 ആയത്തുകളിൽ ഒരു കുട്ടിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങൾ, ഒരു പിതാവ് മകന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങൾ, അവന്റെ ദീനിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ, കർമ്മത്തിന്റെ വിഷയത്തിൽ, സ്വഭാവത്തിന്റെ വിഷയത്തിൽ, മഖ്ലൂക്കുകളോടുള്ള ഹക്കിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിഷയത്തിൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും നല്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ മാതാപിതാക്കളോട് ഈ ബാബിൽ പറയുന്ന, അസ്ലിൽ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ ശരിക്കും നാം പരിഗണിക്കണം. കാരണം അവര് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സത്യത്തിൽ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം ഒരാളുടെ ദീനിനെ പറ്റി പറയുന്നത് പോലെ, ഒരാൾ മാംസം കൊണ്ട് നടക്കുകയാണ്, മാംസം കൊണ്ട് വഴിയിലൂടെ പോവുകയാണ്. അപ്പൊ ഒരു നായ ആ മാംസം എടുക്കാൻ വേണ്ടി അവന്റെ ചുറ്റും നടക്കുന്നുണ്ട്. അവനൊന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആ നായ ആ മാംസം എടുത്തോണ്ട് പോകും. അതുപോലെയാണ് ഓരോരുത്തരുടെ ദീനിന്റെ അവസ്ഥ. നായ ഉദ്ദേശിച്ചത് പിശാച്. അവന്റെ ദീനിന്റെ വിഷയത്തിൽ ഒന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ പിശാച് അവന്റെ ദീനെടുത്തോണ്ട് പോകും. അതുപോലെയാണ് നമ്മുടെ മക്കളുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി നമ്മൾ ദുആ ചെയ്യണം. പല രക്ഷിതാക്കളും മറന്നുപോകുന്ന വിഷയമാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹു ഇല്ല, ആരാണ് അള്ളാഹു, എന്തല്ലാഹ്, അങ്ങനെയൊന്നില്ല എന്ന് പറയുന്ന അവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥ, ഇസ്ലാമിനെ പുച്ഛിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെമ്മാടിത്തരത്തിൽ മുഴുകുന്ന അവസ്ഥ, അത് കാണേണ്ടി വരുന്ന ഒരു മാതാപിതാക്കളുടെ മാനസിക അവസ്ഥ നാം പരിഗണിച്ചു നോക്കുമ്പോ വലിയ അപകടമാണ്, വലിയ അപകടം. അതൊരു രക്ഷിതാക്കൾക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ദുആ ചെയ്യണം, നമ്മുടെ മക്കളെ കാത്തു സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ. അതുപോലെ തന്നെ നാം അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണം. നരകത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പണി നിങ്ങൾ ചെയ്തു കൊള്ളണമെന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അല്ലിമൂഹും വഅദ്ദിബൂഹും. അവർക്ക് നിങ്ങൾ ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം, ദീനിന്റെ ഇൽമുകൾ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം, അദബുകൾ പരിശീലിപ്പിക്കണം അവരെ കൊണ്ട് എന്ന് കാണാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ ദുആകളിൽ തന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ പഠിപ്പിച്ചത് കാണാം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം ഞങ്ങളുടെ ഇണകളിൽ, അതുപോലെ വദുരിയാതിന ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഖുർറത അയുനിൻ കൺകുളിർമ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റുകയും ചെയ്യണമേ. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് പറഞ്ഞത് കാണാം, അർറജുലു യറാ സൗജത വവലദ മുതീഇന ലില്ലാഹി അസ്സ വജൽ. ഒരാൾ അവന്റെ ഭാര്യയെയും അവന്റെ സന്താനത്തെയും അല്ലാഹുവിനെ അനുസരിക്കുന്ന രീതിയിൽ കാണുകയാണ്. വഅയ്യു ശൈഇൻ അഖറു ലിഐനിഹി മിൻ അൻ യറാ സൗജത വവലദഹു യുതീഉന ലില്ലാഹ്. അവൻ എന്താണ് അതിനേക്കാൾ വലിയ കൺകുളിർമയുള്ളത്?
അവന്റെ ഭാര്യയും അവന്റെ മക്കളും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു രൂപത്തിൽ കാണുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന രൂപത്തിൽ കാണുന്നതിനേക്കാൾ എന്ത് വലിയ കൺകുളിർമയാണ് ഒരാൾക്ക് ലഭിക്കാനുള്ളത്. അപ്പോ ഖുർറത്ത അയ്യുൻ എന്ന ഉദ്ദേശം അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളാക്കി മാറ്റണമേ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. എല്ലാവരും ഉത്തരവാദിത്തമേൽക്കപ്പെട്ട ആളുകളാണ്. അവരുടെ കീഴിലുള്ള ആളുകളെ പറ്റി അവരോട് ചോദിക്കും. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ, അവളുടെ ദീനിന്റെ വിഷയത്തിൽ നീ എന്താണ് ചെയ്തത്? നിന്റെ മക്കളുടെ വിഷയത്തിൽ നീ എന്താണ് ചെയ്തത്? അവനെ എങ്ങനെയാണ് നീ പഠിപ്പിച്ചത്? അവൻ എന്താണ് നീ നൽകിയത്? നിങ്ങളുടെ മക്കളുടെ പെൺമക്കളുടെ വിഷയത്തിൽ എല്ലാം ചോദിക്കും. ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. നാളെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. അവർക്ക് നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നാം സമയം കണ്ടെത്തിയിട്ടില്ല, അതിനുള്ള വഴിയൊരുക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പ് നമുക്കെതിരെ നമ്മുടെ മക്കൾ നിൽക്കും. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന അവസ്ഥയുണ്ടാവും, എന്റെ ഉപ്പ, എന്റെ ഉമ്മ എനിക്ക് ദീന് പറഞ്ഞു തന്നിട്ടില്ല, ദീനിയായിട്ടുള്ള അദബുകൾ പഠിപ്പിച്ചിട്ടില്ല, എന്താണോ ദീനിന്റെ അടിസ്ഥാനം അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു ഇവർക്ക് പകരമായിട്ട് എന്നെ രക്ഷിക്കണമേ, ഇവരെ നരകത്തിലേക്ക് എറിഞ്ഞാലും എന്നെ സ്വർഗത്തിലാക്കണേ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നാം ഗൗരവത്തിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ശൈഖ് അടുത്ത് പറയുന്നത്, നമ്മുടെ മക്കൾ നന്നായി കഴിഞ്ഞാൽ, മക്കൾ സ്വാലിഹായി കഴിഞ്ഞാൽ അവരുടെ ദുആ നമുക്ക് ഉപകരിക്കും, നമ്മുടെ ഖബറിൽ പോലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദമ ഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു ആദമിന്റെ മകൻ മരിച്ചാൽ, മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലുകളെല്ലാം മുറിക്കപ്പെടും, അമലുകളെല്ലാം അവിടെ നിന്നു. മൂന്ന് കാര്യങ്ങൾ ഒഴികെ, ഇൽമുൻ യൻതഫഉ ബിഹി, അവന് ഉപകാരപ്രദമായ ഇൽമ്, അവൻ പഠിപ്പിച്ചു കൊടുത്ത അങ്ങനെയുള്ള ഇൽമുകൾ. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകൻ. ഔ സദഖത്തുൻ ജാരിയ, അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സദഖ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഖബറിൽ, നമ്മുടെ മരണശേഷവും അമലുകളായിട്ട്, കർമ്മങ്ങളായിട്ട് ചേർത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നാം പറഞ്ഞു, നാം ഉപകാരപ്രദമായ ഇൽമ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്, നമ്മുടെ മക്കൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇൽമ്. അതുപോലെ തന്നെ സ്വാലിഹായ സന്താനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ ജാരിയായ സദഖ. ഈ കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അവരെ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളത്. ഇവിടെ ഈ ശത്രു എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ വിശദീകരിച്ച ഒരു കാര്യമാണ് അവർക്ക് നൽകുന്ന തർബിയത്തിലുള്ള കുറവ്, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ കുറവ്, അവരെ നേരാവണ്ണം വളർത്തുന്നതിലുള്ള കുറവ്, നോക്കുന്നതിലുള്ള കുറവ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യമാരിലും ഒരു പുരുഷൻ എന്ന നിലക്ക് അല്ലെങ്കിൽ കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നമുക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ ദീന്, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, ഇത് നമ്മുടെ ഭാര്യയിൽ മാറ്റം ഉണ്ടാക്കും, നമ്മുടെ മക്കളിൽ മാറ്റം ഉണ്ടാക്കും. ചിലപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ കണ്ടുകൊണ്ട് അവർ കർമ്മങ്ങളിലേക്ക് മുന്നേറും. സംസാരത്തിനേക്കാൾ ശക്തമായ സ്വാധീനം ചെലുത്ത പ്രവർത്തനങ്ങളായിരിക്കും. നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ വിശ്വാസവും നാം അറിയാതെ നമ്മുടെ ഭാര്യമാരെയും മക്കളെയും സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ അവരെ തർബിയത്ത് നടത്തുന്നതിൽ പ്രധാനമാണ് നമ്മുടെ വിഷയം. അത് വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് ഈ ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതിൽ ഉലമാക്കൾ എണ്ണിയ ഒരു കാര്യം തർബിയത്തിലുള്ള കുറവാണ്, അവരെ നേരാവണ്ണം വളർത്തുന്നതിലുള്ള കുറവ്. ഖതാദ ഇബ്നു ദിആമ അസ്സദൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, കാന യുഖാൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ ബലഗൽ ഗുലാമു ഫലം യുസവ്വിജു അബൂഹു ഫഅസാബ ഫാഹിഷ അസിമൽ അബ്. ഒരാൾക്ക് ഒരു മകനുണ്ട്, ആ മകൻ പ്രായപൂർത്തിയെത്തുകയും വിവാഹപ്രായം എത്തുകയും ചെയ്താൽ അവനെ വിവാഹം കഴിപ്പിച്ചില്ല.
അങ്ങനെ ചെയ്തിട്ട് ഫസാവ ഫാഹിഷ, അവനെന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾ ചെന്ന് വീണാൽ, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെന്ന് പെട്ടാൽ അസിമൽ അബ്, അവന്റെ വാപ്പാക്ക് അതിന്റെ കുറ്റം ഉണ്ടാവും, അവന്റെ ഉപ്പാക്ക് അതിന്റെ കുറ്റമുണ്ടാകും. അതുപോലെ മുഖാത്തിൽ ബിൻ മുഹമ്മദ് അൽ അത്തിക്കി സൽഫകൾ പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഹദർതു മഅ അബി വ അഖി ഇൻദ അബി ഇസ്ഹാഖ് ഇബ്രാഹിം അൽ ഹറബി, ഒരു ദിവസം ഞാൻ എന്റെ സഹോദരനോടൊപ്പം എന്റെ ഉപ്പാന്റെ ഒപ്പം അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം അൽ ഹറബി സലഫുകൾപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു. ഫഖാല ഇബ്രാഹിം അൽ ഹറബി, ആ സമയത്ത് ഇബ്രാഹിം അൽ ഹറബി എന്റെ ഉപ്പാനോട് ചോദിച്ചു, ഹൗലായി ഔലാദുക്, ഇവര് നിന്റെ മക്കളാണോ? ഫഖാല നഅം, അപ്പൊ അതെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ഇഹ്ദർ ലാ യറൗനക ഹൈതു നഹാക അല്ലാഹ് ഫതസ്ഖത് മിൻ അയുനിഹിം, നീ സൂക്ഷിക്കുക, അവർ നിന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിൽ കാണരുത്, അങ്ങനെ കണ്ടാൽ അവരുടെ മുമ്പിൽ നീ വില കുറഞ്ഞവനായി മാറും. സുബ്ഹാനല്ലാഹ്, ഓരോ ഉപ്പമാരും ഉമ്മമാരും ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളുടെ മുമ്പിൽ നാം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളായിട്ടാണ് മാതൃകയായി നിൽക്കുന്നത് എങ്കിൽ അവരുടെ കണ്ണിൽ നമുക്കുള്ള വില ഇല്ലാതെയാകും. അള്ളാഹു തആല അത് എടുത്തു മാറ്റും. ഇന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ്, ഈ ഓരോ ഉമ്മമാരും ഉപ്പമാരും ചിലപ്പോ കാണാം, ഒരു ഉപ്പ അവരുടെ മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കുന്നുണ്ടാവും. അതിൽ ഈ ഉപ്പ അന്യസ്ത്രീകളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഉമ്മ, ആ ഉമ്മ ചിലപ്പോ മനുഷ്യനാണ്, എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടാകും. അല്ലെങ്കിൽ സിനിമയോ സംഗീതമോ, അല്ലെങ്കിൽ ഇന്ന് സിനിമ കാണൽ തെറ്റാണ്, പക്ഷെ വെബ് സീരീസ് തെറ്റല്ല എന്നുള്ള കാലഘട്ടമാണെന്ന്. സിനിമയും സീരിയലൊക്കെ തെറ്റ്, വെബ് സീരീസ് സിനിമയും സീരിയലല്ലല്ലോ, പേര് മാറി വന്ന സാധനം, അത് തെറ്റല്ല എന്നുള്ളതൊക്കെ ചില ആളുകൾ കാണുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും 3-4 വയസ്സായ കുട്ടികൾ അവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. വല്ലാഹി അവരുടെ കൽബിൽ അവര് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം, എന്റെ ഉപ്പയും ഉമ്മയും ചെയ്യുന്ന കാര്യം ഇത് തെറ്റല്ല, ഇത് ചെയ്യുന്നോണ്ട് തെറ്റില്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് ഒരു അന്യസ്ത്രീനെ എങ്ങനെ കണ്ടാൽ നോക്കിയാൽ കുഴപ്പമില്ല, അത് തെറ്റല്ല. അങ്ങനെയാണ് അവര് വളരുക, അങ്ങനെയാണ് അവര് മനസ്സിലാക്കുക. നാം പറയുന്നത്, എന്തെങ്കിലും ഒരു തെറ്റ് നാം ജീവിതത്തിൽ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ കൂടി പലരും പരീക്ഷിക്കപ്പെടാം, പല പാപങ്ങളുകൊണ്ട് പരീക്ഷിക്കപ്പെടാം. നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. മക്കൾ അത് കാണുന്ന അറിയുന്ന അവസ്ഥ ഉണ്ടാവും. തെറ്റ് ചെയ്യാനല്ല ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു തിന്മയിൽ നാം വീണ് പോകുന്നുണ്ടെങ്കിൽ കൂടി അത് മക്കളുടെ മുമ്പിൽ ചെയ്യുന്നത് ഇരട്ടി ദോഷമാണ് ഉണ്ടാക്കുക. മുജാഹറത്ത് പോലെ ഒരു തിന്മ ചെയ്യുന്നത് തെറ്റാണ്, അതിനേക്കാൾ വലിയ തെറ്റാണ് ആ തിന്മ ആളുകളുടെ മുമ്പിൽ പറയാന്നുള്ളത്. അതേപോലെ, കാരണം ഇത് അവരിൽ ദോഷം ഉണ്ടാക്കും, ഒരു കുട്ടികളിലും അവരുടെ തലമുറയിലും ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് നാം അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഷെയ്ഖ് വീണ്ടും പറയുന്ന വിഷയങ്ങൾ, ഈ മക്കളെ വളർത്തുന്നിടത്ത്, കുട്ടികളെ വളർത്തുന്നിടത്ത് ഏറ്റവും നല്ല രീതിയിൽ തർബീയത്ത് നൽകുക എന്ന് പറഞ്ഞു. അതുപോലെ ഓരോ വിഷയത്തിലും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് എണ്ണി പറയുന്ന കാര്യങ്ങൾ, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട, മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന വിഷയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, നാം സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ നല്ല മാതൃകകളാവുക എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് മക്കളിലുള്ള സ്വാധീനം മനസ്സിലാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ദുനിയാവിൽ ജനിച്ചു വീഴുന്നത് ഫിത്രത്തിലാണ്, ഇസ്ലാമിലാണ്. അവരുടെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, നസ്രാനിയാക്കുന്നത്, അല്ലെങ്കിൽ മജൂസിയാക്കുന്നത്. അതായത് മാതാപിതാക്കൾക്ക് മക്കളിൽ ചെലുത്തുന്ന സ്വാധീനമാണ് ഈ പറയുന്നത്. അവന്റെ ഉപ്പയും ഉമ്മയും എന്താണോ അതാണ് അവനായി മാറുന്നത്. ഈ ഉപ്പയും ഉമ്മയും ഞാൻ പറഞ്ഞല്ലോ, ഉപ്പയും ഉമ്മയുടെ വിശ്വാസം, ഉപ്പാന്റെയും ഉമ്മാന്റെയും കർമ്മങ്ങൾ, ഉപ്പാന്റെയും ഉമ്മാന്റെയും സ്വഭാവങ്ങൾ, ഇത് വളരെ വലിയ സ്വാധീനമാണ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ചില പാപങ്ങളോട് സ്ഥിരമായി താല്പര്യമുണ്ടെങ്കിൽ, ചില പാപങ്ങൾ സ്ഥിരമായി ശീലമുള്ളതാണെങ്കിൽ, അതേ പാപങ്ങളോടുള്ള താല്പര്യം മക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മക്കൾ കണ്ടുകൊള്ളണമെന്നില്ല. ഒരു രക്ഷിതാവിന്, ഒരു ഉമ്മക്കോ ഉപ്പക്കോ രഹസ്യമായിക്കൊണ്ടുള്ള ഒരു തിന്മയോട് താല്പര്യമുണ്ടെങ്കിൽ കൂടി അതേ തിന്മകൾ കൊണ്ട് മക്കൾ പരീക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ സുന്നത്തായിട്ട് നടന്നു വന്നിട്ടുള്ള കാര്യമാണ്. അതാണ് ഉലമാക്കൾ പറയാറുള്ളത്, നീ ഒരു ദിർഹമിന് വ്യഭിചരിച്ചാൽ നിന്റെ മക്കൾ ഒന്നിനുമല്ലാതെ വ്യഭിചരിക്കുന്ന അവസ്ഥയുണ്ടാകും. കാരണം അതിന്റെ അനന്തരഫലം, വൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മുടെ മക്കളിൽ പലതും കാണേണ്ടി വരും.
അത് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള സുന്നത്താണ്. ഇവിടെ പറയുന്നത് നാം ഓരോരുത്തരും, ഓരോ പിതാവും ഓരോ മാതാവും നമ്മുടെ മക്കൾ എങ്ങനെയായി കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മളാവണം. അവൻ തഹജ്ജുദ് നിസ്കരിക്കണമോ നമ്മൾ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. അവൻ ഖുർആൻ പാരായണം ചെയ്യണമോ നമ്മൾ പാരായണം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവൻ മുതിർന്നവരെ ബഹുമാനിക്കണമോ നാം ബഹുമാനിക്കുന്നത് കാണിച്ചു കൊടുക്കണം. താഴ്ന്നുള്ളവരോട് കാരുണ്യം കാണിക്കണോ നമ്മളത് കാണിച്ചു കൊടുക്കണം. അവൻ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറണമോ നമ്മളത് കാണിച്ചു കൊടുക്കണം. നമ്മളാണ് അവരുടെ മാതൃക. ഒരു ഉപ്പയും ഉമ്മയാണ് അവരുടെ ഏറ്റവും ഒന്നാമത്തെ ഉസ്താദുമാർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഇതുപോലെയുള്ള മ്ലേച്ഛതകളിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അൽ ഇഖ്തിലാത്ത് ഫിൽ മവാജി. ഇത് തടയുക എന്നുള്ളത്, അതായത് കിടപ്പറയിൽ കൂടിക്കലരുന്നത് തടയുക എന്നുള്ളത്. അതായത് ഒരു ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, നമുക്ക് ഒരുപാട് മക്കളുണ്ടാവും, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടാകും. ആ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ കൃത്യമായ ഒരു പ്രായമെത്തിയാൽ അവരിടയിൽ വേർതിരിവുണ്ടാക്കണം. ഒരു പ്രായം കഴിഞ്ഞിട്ടും സഹോദരന്മാരല്ലേ. ഇന്നിപ്പോ സഹോദരന്മാര് പോയിട്ട് അമ്മായിയുടെ മക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും ഒരേപോലെയാണ്. നഊദു ബില്ലാഹ്, വലിയ ഫിത്നയാണത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലെ സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളുമാണെങ്കിൽ അവർക്ക് ഒരു പ്രായപരിധി എത്തിക്കഴിഞ്ഞാൽ അവരെ രണ്ടാക്കണം, വേർതിരിക്കണം. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ പോലും അവരെ ഒരേ കിടക്കയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരേ പുതപ്പിൽ പുതച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കിടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാലി സബ്അ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക 7 വയസ്സാകുമ്പോൾ. വദരിബൂഹും അലൈഹാ ലിഅശർ, 10 വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിക്കുക. വഫദിഖു ബൈനഹും ഫിൽ മവാജി, കിടപ്പറയിൽ അവരെ വേർതിരിച്ച് കിടത്തുക. അതായത് ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് നിന്ന് വേറിട്ട് കിടത്തണം, അവരുടെ ഇടയിലും വേറിട്ട് കിടത്തണം. ചില ആളുകള് അറിയില്ല, ചില ഉമ്മമാര് വലിയ അബദ്ധാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. എന്റെ മകനെങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക, എന്റെ മകളെങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക, എന്നിട്ട് ആ പേടിയും വെച്ചിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും അതേ മുറിയിൽ മക്കളെ കിടത്തുന്ന അവസ്ഥ. പ്രായപൂർത്തി 8, 9, 10 വയസ്സൊക്കെ എത്തുന്ന കുട്ടികളെ കിടത്തുന്ന അവസ്ഥ. ഇതിന്റെ അപകടം എത്രത്തോളമാണെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ഈ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. കുട്ടികൾ നന്നായിട്ട് അഭിനയിക്കും ഉറക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഒരു ദമ്പതികൾക്കിടയിൽ നടക്കുമ്പോൾ അതേ മുറിയിൽ ഈ മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരത് അറിയും, അവരത് കാണും. ഇതിന്റെ അനന്തരഫലങ്ങളായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഒന്ന് ഇൽമിന്റെ കുറവാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും അവർക്കറിയില്ല. അവര് ഇതെല്ലാം ആ രീതിയിൽ അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ വിടും. ഇതിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഇവരീ കാണുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ ഇവര് പങ്കുവെക്കുന്നത് ഇവരുടെ കൂട്ടുകാരോടാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റു പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വേറെ പല തിന്മകളിലേക്കും എത്തുന്നുണ്ട്. അപ്പൊ നാം പറയുന്നത് മക്കളെ ഒരു 10 വയസ്സായാൽ അല്ലെങ്കിൽ 7 വയസ്സ് മുതൽ തന്നെ ഒറ്റക്ക് കിടത്താൻ മാറ്റിക്കിടത്തി ശീലിപ്പിക്കുക, വേറിട്ട് കിടത്തി ശീലിപ്പിക്കുക, അങ്ങനെയെല്ലാം ശീലിപ്പിക്കണം. അവിടെ മക്കളോടുള്ള അമിത സ്നേഹം അതിന് തടസ്സമാകരുത്. പ്രത്യേകിച്ച് മാതാക്കളിലാണ് അത് കാണാൻ അപകടം. എന്റെ കുട്ടി ഒറ്റക്ക് കിടന്നാൽ പേടിച്ചു പോവും, എന്റെ കുട്ടി ഒറ്റക്ക് കിടന്നാൽ അങ്ങനെയാവും ഇങ്ങനെയാവും. അതെല്ലാം പരിശീലിപ്പിച്ചെടുക്കേണ്ടതാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു ഉപമ പറയുകയാണെങ്കിൽ ഒരു മെഴുക് പോലെയാണ്. ഒരു മെഴുക് അതിന്റെ മേലെ കഴിവുള്ള ആൾക്ക് ഏത് രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ആ കുട്ടികളുടെ മനസ്സിനെയും അവരുടെ ദീനിനെയും എല്ലാം നമ്മുടെ കയ്യിലാണ്. അത് എങ്ങനെ നമ്മൾ വളർത്തുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോ കിടപ്പറയിൽ വേറിട്ട് കിടത്തുക എന്നുള്ളത് ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ചിന്തകൾ തുടങ്ങുന്ന കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാകാനാണ്. ഇന്ന് കാലത്ത് സഹോദരങ്ങളെ വളരെ നേരത്തെ 5-6 വയസ്സിൽ തന്നെ 15-16 വയസ്സിൽ കിട്ടേണ്ട അറിവുകൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണെന്ന് നാം പറയാറുണ്ട്. ഒരു 7 വയസ്സായ ഒരു കുട്ടിക്കും 42 വയസ്സായ ഒരാൾക്കും ഒരേ ഇൽമ് കിട്ടുന്ന കാലാണിത്. ഒരേ അറിവ് ഒരേ അളവിൽ കിട്ടുന്ന കാലാണ് ഈ മൊബൈലും അതുപോലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ നാം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഇബ്രാഹിം അൽ ഹറബി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക്, അവ്വലു ഫസാദി സിബിയാൻ ബഅദുഹും മിൻ ബഅദ്, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒന്നാമത്തെ ഫസാദ് അവരുടെ ഇടയിൽ തന്നെയാണ്. കുട്ടികളിൽ പരസ്പരമാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഫസാദ് ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് ഷെയ്ഖ് പറയുന്ന കാര്യം അൽ ഇഖ്തിലാത്ത് ഫി റിയാദിൽ അത്ഫാൽ,
ഈ കുട്ടികൾ പുറത്തുള്ള അഥവാ വീടിനകത്ത് തന്നെ വേറിടണമെന്ന് പറഞ്ഞു. ഇതിന് പുറത്തേക്ക് അഥവാ നമ്മുടെ സ്കൂളുകളിലാവട്ടെ മറ്റു കിൻഡർ ഗാർഡൻ ആവട്ടെ അതുപോലുള്ള സംഭവങ്ങളിലാവട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം വേറിട്ട് നിൽക്കുക എന്നുള്ളത്, അവരിടയിൽ ആ വ്യത്യസ്തത ഉണ്ടാവുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇതെല്ലാം ആളുകൾ പറയുന്നവരെ പുച്ഛിക്കുകയാണ്. നിങ്ങൾ ശരിയല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇതെന്തോ അപകടം പറിച്ച് നിങ്ങളുടെ ചിന്തകൾ ശരിയല്ല എന്നുള്ള നിലക്കാണ് പലപ്പോഴും ആളുകൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് തെറ്റാണ്. കാരണം നമ്മൾ ആലോചിച്ചു നോക്കണം, ഇപ്പൊ 3-4 വയസ്സുള്ള കുട്ടികൾ അവര് സംസാരിക്കുന്നത് വലിയ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന വിഷയങ്ങളാണ്. എന്നിട്ട് അവരും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഇതുമായി ഇടപെടുന്ന ആളുകൾക്കറിയാം ഈ 3-4 വയസ്സുള്ള കുട്ടികൾ സംസാരിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാവുന്ന പ്രണയത്തെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്. 3-4 മീൻസ് 5-6 ആ പ്രായത്തിലുള്ള കുട്ടികളിൽ വരെ അതുപോലുള്ള സംസാരങ്ങൾ വന്നു തുടങ്ങുന്ന കാലഘട്ടമാണെന്ന് നമുക്ക് പലരും കാണാൻ സാധിക്കും. ആ കുറഞ്ഞ പ്രായത്തിൽ തന്നെ. അഫ്വാൻ 3-4 പറഞ്ഞാൽ തെറ്റാണ്, 5-6 ആ പ്രായം ഉദ്ദേശിച്ചത്, പറഞ്ഞതിൽ തെറ്റിപ്പോയതാണ്. ആ കാലഘട്ടമാണ്, അതായത് അത്ര ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പുറത്തുള്ള വിഷയത്തിലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറിട്ട് തന്നെ അതൊരു പെണ്ണാണ്, അത് ഞാൻ ഇടപഴകേണ്ട ആളല്ല എന്നുള്ള വ്യത്യസ്തത കുട്ടിക്കാലം മുതൽ തന്നെ അവർ വളർന്നെടുക്കണം. അതൊരാണാണ്, ആ പുരുഷനായിട്ട് ഞാൻ ഒരു സംസാരിക്കാൻ വല്ല ആൺകുട്ടിയാണ്, ഞാൻ വേറിട്ട് നിൽക്കണം എന്നുള്ള ബോധത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നാം ശ്രമിക്കണമെന്നാണ് ഷെയ്ഖ് പറയുന്നത്. 4-മത്തേത് ഇന്നത്തെ സംസ്കാരമായി വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം സമ്മാനങ്ങൾ നൽകുകയും കൈ കൊടുക്കുകയും ചെയ്യുന്ന അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത്. 5-മത്തേത് ഷെയ്ഖ് പറയുന്നത് ബിദായത്തു തബറുജ് ഫിൽ ലിബാസ്, വസ്ത്രത്തിലുള്ള സൗന്ദര്യ പ്രകടനങ്ങൾ തുടക്കത്തിൽ തന്നെ തടയുക എന്നുള്ളത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കുട്ടികളുടെ വേഷങ്ങൾ, ചെറിയ കുട്ടികളിൽ 3, 4, 5 വയസ്സുള്ള കുട്ടികൾ എടുത്തു നോക്കിയാൽ അവരുടെ കാൽമുട്ടുകൾക്ക് മുകളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവരുടെ ശരീരഭാഗങ്ങളെല്ലാം കാണിച്ച് അതിനെല്ലാം ന്യായം കുട്ടികളല്ലേ. എത്ര കുട്ടികളാണ് ഇന്ന് നാട്ടില് പീഡിപ്പിക്കപ്പെടുന്നത്, അത് കുട്ടികളാണ് എന്നുള്ള പരിഗണനയല്ല. അതായത് അതുപോലെയുള്ള വേഷങ്ങൾ ധരിക്കുക എന്നുള്ളത് അതെല്ലാം കുട്ടികളുടെ പ്രശ്നം കൊണ്ടാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇതുപോലെ ശരീരം പ്രകടിപ്പിക്കുന്ന വേഷങ്ങൾ ധരിക്കുക എന്നുള്ള ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അപകടം, ആ കുട്ടി 3 വയസ്സായാലും കുട്ടിയാണ്, 5 വയസ്സായാലും കുട്ടിയാണ്, 7, 8 വയസ്സായാലും ഒക്കെ കുട്ടിയാണ്. അപ്പോഴെല്ലാം ഇതുപോലുള്ള വേഷം ധരിപ്പിക്കും. എന്നിട്ട് പറയും വലിയ കുട്ടിയാവുമ്പോൾ മാറ്റിയാൽ മതിയല്ലോ. ഇത് ശീലിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കുട്ടിയായാലും ഞാൻ ഇത്ര കാലം ഇതുപോലെയുള്ള വേഷമല്ലേ ധരിച്ചത്, ഇനി എന്തിനാണ് ഇത് മാറ്റേണ്ട ആവശ്യം, എനിക്കിത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാഫിറാത്തുകളോട് സാമ്യത തോന്നുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തരമായിട്ടുള്ള വേഷങ്ങൾ നമ്മുടെ മക്കൾക്ക് നാം നൽകാതിരിക്കുക, വാങ്ങിക്കൊടുക്കാതിരിക്കുക. ശരീരം വെളിവാകുന്ന അതുപോലെ തന്നെ നിഴലടിക്കുന്ന അതുപോലുള്ള വസ്ത്രങ്ങളല്ലാത്ത നല്ല നാം പറഞ്ഞ രീതിയിലുള്ള ചെറുപ്പത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഔറത്ത് മറയുന്ന വസ്ത്രങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖ് 6-മതായി പറയുന്നത് തഗ്യീറുൽ ലിബാസ് താലിബാത്ത്. സുബ്ഹാനല്ലാഹ്, ഞാനത് വായിച്ചപ്പോ ബിദായത്തു തർജീൽ ഇത് ഞാൻ വായിച്ചപ്പോ അത്ഭുതപ്പെട്ടു. ഷെയ്ഖ് 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കിതാബാണിത്. ഇതിൽ ഇന്ന് കാലത്തുള്ള ചർച്ചയാണ് പറയുന്നത്. വിദ്യാർത്ഥിനികളുടെ വേഷം പുരുഷന്മാരുടെ വേഷം പോലെ ആക്കുക. ബിദായത്തു തർജീൽ, അത് സ്ത്രീ പുരുഷന്മാരോട് സാമ്യമാകുന്നതിന്റെ തുടക്കമാണ്. ഇന്ന് നടക്കുന്ന ഒരു ചർച്ചയാണ്. അതായത് ഇതിന്റെ എല്ലാം ഈ വിദ്യാർത്ഥിനികൾക്ക് വേഷം പുരുഷന്മാരുടെ വേഷം പോലെയുള്ള വേഷങ്ങൾ നൽകുകയും അത് അവർക്ക് ശീലമാക്കുകയും ചെയ്യുന്ന അവസ്ഥ. അത് തർജീൽ വളരെ വലിയ കുറ്റമാണ്. തർജീൽ എന്നുള്ളത് വൻപാപങ്ങളിൽ ഉലമാക്കൾ എണ്ണീറ്റുള്ളതാണ്. സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കലും പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കലും. അപ്പൊ അതിലേക്കുള്ള തുടക്കം, അതിനോടുള്ള താല്പര്യം, അവരുടെ ഹിജാബിനോട് താല്പര്യം ഒഴിവാക്കാനെല്ലാം ഇത് കാരണമാകുന്നുണ്ട്. ഷെയ്ഖ് അന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ ഗൗരവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി 10-മത്തെ അസ്ല്, അൽ അസ്ലുൽ ആശിർ വുജൂബുൽ ഗൈറത്തി അൽ മഹാരിമി അലാ നിസാഇൽ മുഅ്മിനീൻ. ഗൈറത്ത് ഉണ്ടാവുക മുസ്ലിം സ്ത്രീകളുടെ മേലെയും നമ്മുടെ മഹ്റമായിട്ടുള്ള നമ്മുടെ കീഴിലുള്ള നമ്മുടെ ഭാര്യമാരാവട്ടെ, സന്താനങ്ങളാവട്ടെ, സഹോദരിമാരാവട്ടെ, മാതാക്കളാവട്ടെ, അവരോടും ഗൈറത്ത് ഉണ്ടാവുക. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ആത്മരോക്ഷം എന്നെല്ലാം പറയാം.
അതായത് തനിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിൽ വേറൊരാൾ പങ്കുകാരാകുന്നതിൽ ഉണ്ടാകുന്ന ആത്മരോക്ഷമാണ് ഗൈറത്ത് എന്നുള്ളതിന് സാധാരണ കൊടുക്കുന്ന തഅരീഫ്. അപ്പോ ഇതുകൊണ്ടുള്ള ഉദ്ദേശം തന്റെ ഭാര്യ മറ്റൊരാൾ കാണുന്നതോ മറ്റൊരാൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുമായി ഇടപഴകുന്നതിനോടോ ആത്മരോക്ഷം ഉണ്ടാവുക, തന്റെ മക്കളുടെ വിഷയത്തിലാവട്ടെ അവരുടെ സൗന്ദര്യം വേറെ ആസ്വദിക്കുന്നതിനോട് ആത്മരോക്ഷം ഉണ്ടാവുക, ഇത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു യോജിച്ച രീതിയിൽ ഗൈറത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല യോജിച്ച രീതിയിൽ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ യഗാർ വ ഇന്നൽ മുഅ്മിന യഗാർ വ ഇന്ന ഗൈറത്തല്ലാഹി അൻ യഅതിയൽ മുഅ്മിൻ മാ ഹറമല്ലാഹു അലൈഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈറത്തുള്ളവനാണ്, മുഅ്മിൻ ഗൈറത്തുള്ളവനാണ്. അള്ളാഹുവിന്റെ ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ ഹറാമായ കാര്യം കൊണ്ടുവരലാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മുഅ്മിൻ ഹറാമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഗൈറത്തുണ്ടാകും, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഗൈറത്തുണ്ടാകും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖുതില ദൂന അഹ്ലിഹി ഫഹു ഷഹീദുൻ. ഒരാൾ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ്. മൻ മാത ദൂന ഇർളിഹി ഫഹു ഷഹീദുൻ. ഒരാൾ തന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിൽ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ്. തന്റെ കുടുംബം, തന്റെ ഭാര്യ, തന്റെ പെൺമക്കൾ, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുത്തൻ ആരോടെങ്കിലും നേരിട്ടിട്ട് അവൻ കൊല്ലപ്പെട്ടു എന്ന അവസ്ഥ വന്നാൽ അവൻ ഷഹീദിന്റെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഒരുത്തന്റെ അഭിമാനം, അതിന് ദോഷം ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അതിന് നേരിട്ടിട്ട് അവൻ മരണപ്പെട്ടാൽ, കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ്. ഇത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഇസ്ലാം ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഒരു മുഅ്മിനത്തിന് അവന്റെ കീഴിലുള്ള സ്ത്രീകൾക്ക് എത്രത്തോളം സംരക്ഷണം നൽകുന്നുണ്ട്, എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ഗൈറത്തിന്റെ എതിരാണ് ദിയാസത്ത്. ദിയാസത്ത് എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയുടെ മേലെയോ തന്റെ കീഴിലുള്ള സ്ത്രീകളുടെ മേലെയോ അന്യപുരുഷന്മാർ ഏതെങ്കിലും തരത്തിൽ, നമ്മള് നാട്ടില് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥ എന്ന് പറയും. അതായത് തന്റെ കീഴിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് യാതൊരു ഗൈറത്തുമില്ലാത്ത, ആര് കണ്ടാലും കുഴപ്പമില്ല, ആര് സംസാരിച്ചാലും കുഴപ്പമില്ല, ആര് സ്പർശിച്ചാലും കുഴപ്പമില്ല, ആരുമായി ഇടപഴകിയാലും കുഴപ്പമില്ല, ആരുടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് പോയാലും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ലാത്ത ലജ്ജയില്ലാത്തൊരു സമൂഹമായി മാറുന്ന അവസ്ഥ. അതാണ് ദിയാസത്ത്, ഗൈറത്തിന്റെ എതിര്. ഇസ്ലാമിന്റെ സ്വഭാവമാണ് ഗൈറത്ത്, തെമ്മാടികളുടെ സ്വഭാവമാണ് ദിയാസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് കാലത്ത് സുബ്ഹാനല്ലാഹ് ഈ ഒരു വിഷയം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഇന്ന് മുസ്ലിമികളുടെ അവസ്ഥ എന്തൊരു പരിതാപകരമാണ്. ഷെയ്ഖ് പറയുന്നുണ്ട്, മുസ്ലിമികളുടെ അവസ്ഥ എന്താണ്? അവരുടെ നഗ്നകൾ വെളിവാകുന്നു, അവരുടെ തലയുടെ മുടി മറക്കണമെന്ന് അവർക്കില്ല, അവരുടെ മാറ് മറക്കണമെന്ന് അവർക്കില്ല, അവരുടെ ശരീരഭാഗങ്ങൾ മറക്കണമെന്നില്ല, ആര് കണ്ടാലും കുഴപ്പമില്ല, ആര് സ്പർശിച്ചാലും കുഴപ്പമില്ല. എല്ലാം ഇന്ന് ഭൗതികമായിട്ടുള്ള വാദങ്ങൾക്ക് നടുവിൽ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറഞ്ഞു, ഒരു സ്ത്രീ മസ്ജിദിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്, അവൾ സുഗന്ധം പൂശിയിട്ടുണ്ടെങ്കിൽ അവളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അവൾ തിരിച്ചുപോയി ജനാബത്തിന് കുളിക്കുന്നതിന് പോലെ കുളിച്ച് ആ സുഗന്ധമില്ലാത്ത അവസ്ഥയിൽ വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. നമസ്കരിക്കാൻ വരുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് സമൂഹത്തിലെ നമുക്ക് അങ്ങാടികളിൽ എന്താണ് കാണുന്നത്? അങ്ങാടികളിലും തെരുവുകളിലും മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എത്രത്തോളം അപകടകരമാണ്. ഇന്നത്തെ ഭൗതികമായിട്ടുള്ള ചിന്തയിൽ മുഴുകുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് നാം ഈ പറഞ്ഞ ഇസ്ലാം നിഷ്കർഷിച്ച ഹിജാബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് നൽകുന്ന സംരക്ഷണം എത്രത്തോളം വലുതാണ്? അന്യപുരുഷന്മാരുടെ തെമ്മാടികളുടെ കണ്ണുകളിൽ നിന്ന് അവർ സുരക്ഷിതരാകുന്നത് എത്ര നല്ല രീതിയിലാണ്? അവരുടെ ശരീരത്തെ അവർ കാത്തു സൂക്ഷിക്കുന്ന എത്ര രീതിയിലാണ്? അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ അനുസരിക്കുന്ന എത്ര നല്ല രീതിയിലാണ്? അതിനുവേണ്ടി പഠിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഅ്മിൻ എന്ത് നല്ല മനുഷ്യനാണ്! ഗൈറത്ത് ഒരു മുഅ്മിനിന്റെ സിഫത്താണ്, അതൊരു മനുഷ്യൻ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ മേലെ, നമ്മുടെ കീഴിലുള്ള സ്ത്രീകളുടെ മേലെ, അതുപോലെ തന്നെ മൊത്തം മുസ്ലിം സ്ത്രീകളുടെ മേലെയും ഗൈറത്തുള്ള ആളുകളായിട്ട് മാറണം, അല്ലാതെ ദിയാസത്ത് ഉണ്ടാകാൻ പാടില്ല. ഷെയ്ഖ് ഇവിടെ ഒരു അറാബിയുടെ സംഭവം കൊടുക്കുന്നുണ്ട്. ഒരു അറാബി തന്റെ ഭാര്യ മറ്റുള്ളവരെ കാണുന്ന അവസ്ഥയിൽ സൗന്ദര്യം കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. അപ്പൊ ആളുകൾ അതിന്റെ പേരിൽ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്. അദ്ദേഹം ഒരു ഖസീദ, ഒരു കവിതയായിട്ട് പറഞ്ഞു, വാത്റുകു ഹുബ്ബഹാ മിൻ ഗൈരി ബഗ്ളിൻ വദാക ലികസ്റതി ശുറകാഇ ഫി
ഇദാ വഖഅ الذباب على طعام رفعت يدي ونفسي تشتهي وتجتنب الأسود ورود ماء إذا رأت الكلاب ولغن فيه واترك حبها من غير بغض. ഞാൻ അവളോടുള്ള ഇഷ്ടം ഒഴിവാക്കിയത് അവളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. വദാക ലികസ്റത്തി ശുറകാഇ ഫി, അതിനുള്ള കാരണം അവളിൽ ഒരുപാട് പങ്കുകാരുണ്ടായി, അവളുടെ വിഷയത്തിൽ പങ്കുകാരുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടായി. വേറെ ആൾക്കാർ മുമ്പ് അവളുടെ സൗന്ദര്യം കാണിക്കുന്ന അവസ്ഥ. ഇദാ വഖഅ الذباب على طعام, ഒരു ഭക്ഷണത്തിന്റെ മേലൊരു ഈച്ച വന്നിരുന്നാൽ റഫഅതു യദീ വനഫ്സീ തഷ്തഹി, എനിക്കത് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ഞാനത് കഴിക്കില്ല, ഞാൻ അതൊന്ന് ഒഴിവാകും. വതജ്തനിബുൽ അസ്വദ് ഉറൂദ മാഇൻ, സിംഹങ്ങൾ വെള്ളത്തിന്റെ അടുത്തേക്ക് വരില്ല. ഇദാ റഅത് അൽ കിലാബു വലഗ്ന ഫി, ഇദാ റഅത് അൽ കിലാബ വലഗ്ന ഫി, അത് ആ സിംഹം കണ്ടാൽ, ഒരു നായ അതിൽ നിന്ന് വെള്ളം നക്കി കുടിക്കുന്ന കണ്ടാല് അവിടെ വന്നിട്ട് പിന്നെ സിംഹം വെള്ളം കുടിക്കൂല. അതായത് ബാക്കിയുള്ള ഈ നമ്മാടികൾക്കെല്ലാം സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന അതുപോലെയുള്ള ഒരു സ്ത്രീയെ എനിക്ക് വേണ്ട എന്നുള്ള നിലക്ക് ഒരു അറാബി പാടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒരു സിംഹം നായ വെള്ളം കുടിക്കുന്നിടത്ത് പോയിട്ട് ആരും കുടിക്കില്ല, സിംഹം കുടിക്കില്ല. അപ്പൊ അതുപോലെയാണ് ഗൈറത്തുള്ളവരായിരിക്കണം ഒരു മുഅ്മിൻ. അതിന്റെ പരിധിയെ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു സംശയരോഗമായി മാറുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ട അദബും ഇഫ്ഫത്തും ഹയാവും മര്യാദയും ചാരിത്രശുദ്ധിയും ലജ്ജയും എല്ലാം പഠിപ്പിച്ചു തരുന്ന സംഭവമാണ് പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം ആ വെള്ളം കുടിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്ത ആ സ്ത്രീകളിൽ ഒരാൾ വന്നിട്ട് ഫജാഅതു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ, ലജ്ജയോടുകൂടി നടന്നു വന്നു എന്നാ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലജ്ജയോടുകൂടി നടന്നു വന്നു. ഇതിന്റെ തഫ്സീറുകളിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ആ സ്ത്രീ വന്നത് അവളുടെ ഹിജാബ് ധരിച്ചുകൊണ്ട് സൗന്ദര്യം മറച്ചുകൊണ്ടാണ്, അതാണ് ഈ മുഖം മറച്ചുകൊണ്ടാണ് വന്നത്, അതാണ് ഇവിടെ ലജ്ജ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ സൗന്ദര്യം പ്രകടിപ്പിച്ചിറക്കുന്ന സ്ത്രീ ആയിരുന്നില്ല. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കാണാം, ആ സ്ത്രീകൾ വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് തങ്ങളെ പിതാവ് വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഇന്ന അബീ യദ്ഊക ലിയഹ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങളുടെ ഉപ്പ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് തങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം നൽകാനെന്നാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോ ഉപ്പായിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്, കാരണം ഒരു സംശയത്തിലുള്ള വഴി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീകളുടെ മേലെ ഗൈറത്തുള്ളവരായിരിക്കണം ഓരോ മുഅ്മിനും. ഇതിന്റെ ഈ കിതാബിലെ ഒന്നാമത്തെ ഫസ്ലിലെ 10 ഉസൂലുകളാണ് ഇവിടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ ഫസ്ല് കശ്ഫു ദുആത്തിൽ മർഅതി ഇല റദീല, ഈ സ്ത്രീകളെ ഇതുപോലെയുള്ള മ്ലേച്ഛമായ ഈ മാന്യതയില്ലാത്ത ഈ തെമ്മാടിത്തരങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഇന്ന് കാലത്തെ അവസ്ഥകളെയാണ് പറയുന്നത്. അതിലെ പല കാര്യങ്ങളും ഈ 10 കാര്യങ്ങൾ പറയുന്നിടത്ത് തന്നെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ നാം വിശാലമായി പറയുന്നില്ല, പക്ഷെ അതിന്റെ മൊത്തത്തിൽ അതിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നാം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാം പറഞ്ഞു 20 വർഷം മുമ്പ് എഴുതിയതാണ്. ഇതിൽ ഷെയ്ഖ് ഇന്ന് ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിസ്സാരമായിട്ടുണ്ട്. ഷെയ്ഖ് അവരെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, സ്ത്രീകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് എന്തായിരിക്കണു 20 വർഷപ്പുറത്തേക്ക് അതൊക്കെ നിസ്സാരമായി, അതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ട് നമുക്കൊന്നൊരു വിലയില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഏതുപോലെ ഷെയ്ഖ് ഇതിൽ പലപ്പോഴും പറയുന്നത് സ്ത്രീകളുടെ ശബ്ദം റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നു, ടിവിയിലൂടെ കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ ഇന്ന് കാലത്ത് ടി വി എന്നൊക്കെ പറഞ്ഞൊരു സാധു ആയിക്കണ്. ടി വി പണ്ടെന്ന് പറഞ്ഞ വലിയൊരു വില്ലനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ടി വി വീട്ടിലൊരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു വയസ്സര പോലെയാണ്. മൊബൈലും സൗകര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനേക്കാൾ ഷെയ്ഖ് എന്ന് പറഞ്ഞതിനേക്കാൾ അന്ന് പറഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇന്നുണ്ട്. ഷെയ്ഖ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത് ഈ കിതാബിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആയത്ത് തന്നെയാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൗബ സ്വീകരിക്കാനാണ്. പക്ഷെ ശഹവത്തിനെ പിൻപറ്റുന്നവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബഹുദൂരം വഴിപിഴക്കാനാണ്. ഇതിന്റെ തഫ്സീറിൽ മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത്, ഷഹവത്തുകളെ പിൻപറ്റുന്നവർ എന്നുകൊണ്ട് ഉദ്ദേശം അസ്സനാത്ത്, വ്യഭിചാരികളാണ്. അൻ തമീലു മൈലൻ അദീമ, ധാരാളമായി പിഴക്കണം കൊണ്ടുള്ള ഉദ്ദേശം യസ്നി അഹ്ലുൽ ഇസ്ലാം കമാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ ആളുകളുമാകണമെന്നാണ്.
ഇസ്ലാമിന്റെ ആളുകളുമാകണമെന്നാണ് അവര് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ മുജാഹിദ് റഹിമഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്. സഹോദരങ്ങളെ, ഇന്ന് കാലത്ത് എന്റെ മക്കളോടും യുവാക്കളോടും അതുപോലെ വാർദ്ധക്യത്തിലെത്തുന്ന ആളുകളോട് എല്ലാവരോടും നമുക്ക് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ വിഷയത്തിൽ, ശഹ്വത്തിന്റെ വിഷയത്തിൽ, ശുഭത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാനാണ്. ഏതൊക്കെ മേഖലയിലും, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയട്ടെ, പല കെണികൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിംസിന്, കാരണം ഒരു സമൂഹത്തിലെ സ്ത്രീകൾ നശിച്ചാൽ അവരുടെ എല്ലാം നശിച്ചു. ആ സ്ത്രീകൾ മുഖേന ഭർത്താക്കന്മാർ നശിക്കും, മക്കൾ നശിക്കും. ആ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയതാണ്. ബനൂ ഇസ്രായേലുകളെ നശിപ്പിച്ചത് ഒരു സ്ത്രീ കൊണ്ടുള്ള ഫിത്നയാണ്. മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ അവർക്കറിയാം. മുസ്ലിങ്ങളുമായിട്ട് യുദ്ധം ചെയ്താലോ, മുസ്ലിങ്ങളായിട്ട് ബാക്കിയുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ ഇസ്ലാമിന്റെ ശക്തിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല, മുസ്ലിമുകളെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതേ സമയത്ത് അവരെ മറ്റു പല തിന്മകളിൽ മുഴുകിപ്പിച്ചിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിയാൽ അവരെ പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഷെയ്ഖ് ഇതിലെ ചില കാര്യങ്ങൾ പറയുന്നത് ചുരുക്കി പറയാണ്, എന്തൊക്കെയാണ് അവർ ക്ഷണിക്കുന്നത് എന്നുള്ളത്. ഒന്ന്, ഹിജാബിനെ ഒഴിവാക്കാൻ, ഹിജാബിനെ വില കുറച്ച് കാണാൻ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ പുറത്തിറങ്ങണം, ജനങ്ങളുമായി ഇടപഴകണം എന്നുള്ള നിലയ്ക്ക്. സ്ത്രീകൾ പുറത്ത് ജോലി ചെയ്യണം, സ്ത്രീകൾ മിക്സ്ഡ് എഡ്യൂക്കേഷനിൽ പഠിക്കണം, സ്ത്രീകളുടെ സംസാരം ബാക്കിയുള്ളവർ കേൾക്കണം എന്നുള്ള നിലക്ക് കോൾ സെന്ററിലാവട്ടെ ബാക്കിയുള്ള മേഖലയിൽ സ്ത്രീകൾക്കാണ് വില, സ്ത്രീകൾക്കാണ് അവിടെ സ്ഥാനം. കാരണം അവരുടെ സംസാരം മറ്റുള്ളവർ കേൾക്കണം. ഖുദൂഉൽ ഖൗൽ, അവര് സൗമ്യമായി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റുകളിൽ സ്ത്രീ പുരുഷന്മാർക്ക് മിക്സ് ആവാനുള്ള സാഹചര്യങ്ങൾ. ഷെയ്ഖ് ഇതിൽ ഇന്റർനെറ്റ് കഫേ എന്നൊക്കെ പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു സംഭവം തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥയാണ്. അന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഫേ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നിപ്പോ എല്ലാവർക്കും സൗകര്യമാണ്. ഷെയ്ഖ് അതൊക്കെ കൊടുത്തിട്ടില്ല. അതാ പറഞ്ഞത്, ഇതിൽ നിന്ന് ഒരുപാട് നമ്മൾ പുരോഗമിച്ചു പോയി ഈ തിന്മകളുടെ വിഷയത്തിൽ. അതുപോലെ തന്നെ മെഹ്റമുകളുടെ വിഷയത്തിലുള്ള അലംഭാവം, അതുപോലെ അന്യപുരുഷന്മാരുമായിട്ട് ഒറ്റക്കാവുന്നതിൽ കുഴപ്പമില്ലാത്ത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, സ്ത്രീകളുടെ ചിത്രങ്ങളുള്ള മാഗസീനുകൾ, അതെല്ലാമാണ് ഷെയ്ഖ് പറയുന്നത്. ഇന്ന് അതിനേക്കാൾ ഒരുപാട് അപ്പുറത്താണുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടികളുമായി പഠനവുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെ ഒരുമിച്ച് ഇരുത്തുന്ന അവസ്ഥ, അതുപോലെയുള്ള മേഖലകൾ എല്ലാം ഷെയ്ഖ് ഇതിൽ തന്നെ പറയുന്നുണ്ട്. സത്യത്തിൽ സഹോദരങ്ങളെ വലിയ കെണിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. മുസ്ലിം സ്ത്രീകളെ പുറത്തു കൊണ്ടുവരാൻ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് ആ പേരും പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നു. വിദ്യാഭ്യാസത്തിന് ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം എന്നുള്ള നിലക്ക് കൊണ്ടുവന്നു. ആണും പെണ്ണും ഒരേ ക്ലാസ്സിലിരുന്നാൽ പോരാ, അത് ഒരുമിച്ചിരിക്കണം എന്നുള്ള നിലക്ക് ആ ചർച്ചകൾ വന്നു. എന്നാലേ പഠിക്കാൻ നടക്കുള്ളൂ. ഇപ്പൊ ആണും പെണ്ണും ഒരേ വേഷം ധരിക്കണം എന്ന അവസ്ഥയിൽ എത്തിച്ചു. ഇത് ഇനി മുന്നോട്ട് പോകും. ഇത് മുന്നോട്ട് പോയിട്ട് ഇതിന്റെ പിന്നിലുള്ള അജണ്ടകൾ വേറെയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കണം, അത് മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി വലിയ ഉദ്ദേശങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അത് വരും കാലത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഈ വിഷയങ്ങളാണ് ഷെയ്ഖ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് അവസാനമായിട്ട് മൊത്തത്തിൽ ഈ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ടതിന്റെയും മുസ്ലിം സ്ത്രീകൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹിജാബ് ഉപയോഗിക്കേണ്ടതിന്റെയും പുരുഷന്മാർ അവരുടെ മക്കളെ വളർത്തേണ്ടതിന്റെയും പെൺമക്കളെയും സഹോദരിമാരെയും എല്ലാം വളർത്തേണ്ടതിന്റെയും പ്രാധാന്യം ഷെയ്ഖ് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വിഷയങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല. ബിഔനില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് കാലഘട്ടത്തിന്റെ ചില ആവശ്യകതയോടുകൂടി തന്നെ നാം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എഴുതിയ ഷെയ്ഖ് ബക്കർ ബിൻ അബ്ദുല്ല അബൂ സയ്യിദ് റഹിമഹുല്ലാഹി അർഹമായ പ്രതിഫലം നൽകുകയും ഇത് കേട്ട നാം ഓരോരുത്തർക്കും, ഇനി ഇത് കേൾക്കുന്ന ആളുകൾക്കും വരും തലമുറയിലും ഇതുകൊണ്ടുള്ള ഉപകാരം നേടിയെടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് നൽകിയിട്ടുള്ള ഇസ്സത്ത് അതുപോലെ നിലനിർത്താനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മുടെ യുവാക്കളെയും മക്കളെയും ഇതുപോലെയുള്ള ശഹ്വത്തിന്റെ ആളുകളിൽ നിന്ന് രക്ഷിച്ച് ഇസ്സത്തുള്ള മറിയം അലൈഹിസ്സലാമിന്റെയും അതുപോലെ ഖദീജ ബിയുടെയും എല്ലാം മാർഗത്തിൽ മാതൃകയിൽ ജീവിച്ചു കാണിക്കുന്ന പെൺമക്കളായി നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.